നിങ്ങളുടെ മരണം ഇപ്പോൾ ഈ നിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെയോ ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട മരിച്ചുപോയവർ ശരിക്കും മരിച്ചിട്ടില്ല, അവർ ഈ പ്രപഞ്ചത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മൾ കരുതുന്നത് സമയമെന്നത് ഒരു നദി പോലെ ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകുന്ന ഒന്നാണെന്നാണ്. ഭൂതകാലം കഴിഞ്ഞുപോയി, വർത്തമാനകാലം നടന്നുകൊണ്ടിരിക്കുന്നു, ഭാവി കാലം ഇനി വരാനിരിക്കുന്നു, അല്ലേ? പക്ഷേ ഭൗതിക ശാസ്ത്രം പറയുന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ശരിക്കും ഓൾറെഡി നടന്നു കഴിഞ്ഞ സംഭവങ്ങളാണെന്നാണ്. അതായത് ഇതെല്ലാം കോ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ സമയം നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ സമയം എന്നത് നമ്മളുടെ മനസ്സിന്റെ വെറും ഒരു തോന്നൽ മാത്രമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഈസ് ഓൺലി എ സ്റ്റബോൺലി പെർസിസ്റ്റന്റ് ഇല്യൂഷൻ. അതായത് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം അബ്സല്യൂട്ട് ടൈം എന്ന ഒന്നില്ല. സമയം എന്നത് മോഷനെയും ഗ്രാവിറ്റിയെയും ആശ്രയിച്ചിരിക്കുന്നു. E=mc², ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി, കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ്, ബ്രൗണിയൻ മോഷൻ തുടങ്ങി മോഡേൺ സയൻസ് ഇപ്പോഴും വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ഈ തിയറികളൊക്കെ അവതരിപ്പിച്ച സാക്ഷാൽ ഐൻസ്റ്റീൻ ഇങ്ങനെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ലല്ലോ, അല്ലേ? ഐൻസ്റ്റീന്റെ തിയറിയെ അടിസ്ഥാനപ്പെടുത്തി ഐൻസ്റ്റീന്റെ തന്നെ പ്രൊഫസറായ ഹെർമാൻ മിൻകോവ്സ്കി മുന്നോട്ട് വെച്ച എറ്റേണലിസം അഥവാ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ബ്ലോക്ക് യൂണിവേഴ്സ്? ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വലിയ ബ്ലോക്കായി സങ്കല്പിക്കുക. ഈ ബ്ലോക്കിന്റെ ഒരറ്റത്ത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവമാണ്, അതായത് ബിഗ് ബാങ് നടക്കുന്നത്. ബ്ലോക്കിന്റെ മറ്റേ അറ്റത്ത് പ്രപഞ്ചത്തിന്റെ അവസാനവും. എന്നുവെച്ചാൽ ഈ ബ്ലോക്കിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളും നമ്മളുടെ ഈ പ്രസന്റും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായി കാണില്ലായിരിക്കാം. അതുകൊണ്ട് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ ഒരു പുസ്തകമായി സങ്കല്പിക്കുക. നിങ്ങളിപ്പോൾ ആ പുസ്തകത്തിന്റെ നടുവിലുള്ള ഒരു പേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് നിങ്ങളുടെ പ്രസന്റ്. വായിച്ചു മറിഞ്ഞ പേജുകൾ നിങ്ങളുടെ ഭൂതകാലമാണ്. ഇനി വായിക്കാനിരിക്കുന്ന പേജുകൾ ഭാവികാലം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം മാത്രമേ നടന്നിട്ടുള്ളൂ. ഭാവികാലം എന്നത് നടന്നിട്ടില്ല, അതായത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ, അല്ലേ? പക്ഷേ നിങ്ങൾ എക്സിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഈ ബുക്കിന്റെ ഭാവികാലം എങ്ങനെയാണെന്ന് നോക്കൂ. നിങ്ങൾ വായിച്ചിട്ടില്ല എന്നതുകൊണ്ട് അടുത്ത പേജിലെ കാര്യങ്ങൾ ഇല്ലാതാകുന്നില്ലല്ലോ, അല്ലേ? കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ നമ്മുടെ ലാലേട്ടൻ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? നിങ്ങൾ ആ ബുക്കിന്റെ അവസാനം വായിച്ചിട്ടില്ല എന്ന് കരുതി ആ പേജുകളും അക്ഷരങ്ങളും അവിടെ ഇല്ലാതാകുന്നില്ല. ആ പേജുകൾ എപ്പോഴേ പ്രിന്റ് ചെയ്തു വെച്ചതാണ്, അല്ലേ? അതായത് നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന 3 കാര്യങ്ങളും ഒരേ സമയം കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ആ ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ അവസാനം എന്താണ് ഞാൻ പറയാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. പക്ഷേ ഓൾറെഡി ഈ വീഡിയോയുടെ ടൈം ലൈനിൽ അതുണ്ട്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നേരത്തെ വെച്ചതാണ്. പക്ഷേ നിങ്ങൾ അത് കാണാൻ പോകുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലാണ്. അതിനർത്ഥം ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇതാണ് ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയും പറയുന്നത്. ഇതൊരു ഭയപ്പെടുത്തുന്ന സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ തിയറി വെച്ച് നോക്കിയാൽ ഫ്രീ വിൽ അഥവാ നമുക്കിഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നത് വെറും തോന്നൽ മാത്രമാകും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നേരത്തെ എഴുതി വെച്ച അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഓഫ് ചെയ്തു പോയാൽ പോലും അത് നിങ്ങളുടെ തീരുമാനമല്ല, മറിച്ച് ആ ബ്ലോക്കിൽ നേരത്തെ എഴുതിപ്പെട്ട തിരക്കഥ മാത്രമാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ലോജിക്കൽ ഡിസിഷൻസ് ഒക്കെ അപ്പോൾ വെറുതെ ആവില്ലേ? നമ്മളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനും കഷ്ടപ്പാടിനുമൊക്കെ അപ്പോൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്കറിയാം നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും എനിക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ആ വിചാരത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം സമയമാണ്. സമയത്തിന്റെ യുക്തി, അതായത് ലോജിക് ഓഫ് ടൈം വെച്ച് നിങ്ങൾ നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് പൊട്ടത്തരമായി നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം എന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം മുൻപോട്ട് പോകുന്ന ഒന്നാണ്.
പക്ഷേ ഞാൻ പറയുന്നു, സമയം മുൻപോട്ട് മാത്രമല്ല പോകുന്നത്. സമയം മുൻപോട്ട് പോകുന്നതായി നിങ്ങൾക്ക് തോന്നാൻ കാരണം എൻട്രോപ്പി എന്ന പ്രതിഭാസമാണ്. അപ്പോൾ എന്താണ് എൻട്രോപ്പി? കാര്യങ്ങൾ ക്രമത്തിൽ നിന്നും ക്രമക്കേടിലേക്ക് മാറുന്ന അവസ്ഥ. ഓർഡർ ടു ഡിസോർഡർ. ഉദാഹരണത്തിന്, കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിയ ഒരു മുട്ട തിരിച്ച് പഴയ പോലെ ആകില്ലല്ലോ. ഈ ഒരു ഓർഡർ നമ്മളുടെ തലച്ചോറിന് മനസ്സിലാകുന്നത് കൊണ്ടാണ് സമയം മുന്നോട്ട് മാത്രമാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഐൻസ്റ്റീൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ പൊട്ടിയ മുട്ടയും പൊട്ടാത്ത മുട്ടയും ഒരേ സമയം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആൻഡ്രോമേഡ പാരഡോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഗാലക്സിയാണ് മിൽക്കി വേ. നമ്മുടെ ഗാലക്സിയിൽ നിന്നും 2.5 മില്യൺ പ്രകാശവർഷം അകലെയാണ് നമ്മളുടെ തൊട്ടടുത്തുള്ള ഗാലക്സി ഉള്ളത്. ആ ഗാലക്സിയുടെ പേരാണ് ആൻഡ്രോമേഡ. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമേഡ ഗാലക്സിയിൽ ഒരു ഏലിയൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഏലിയൻ നമ്മളുടെ ഭൂമിയെ നോക്കി ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടെന്നും സങ്കല്പിക്കുക. ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി പ്രകാരം ആ ഏലിയൻ ഭൂമിയിലേക്ക് നടക്കുന്നത് കൊണ്ട് ആ ഏലിയൻ പ്രസന്റ് എന്ന് വിളിക്കുന്ന ആൻഡ്രോമേഡയിലെ സംഭവങ്ങൾ ഭൂമിയിലെ നമ്മൾ ഫ്യൂച്ചർ എന്ന് വിളിക്കുന്ന സംഭവങ്ങളായിരിക്കും. അതായത് ഏലിയൻ്റെ മോഷൻ അനുസരിച്ച് നമ്മളുടെ ഈവൻസ് മാറുന്നില്ല എങ്കിലും നമ്മളുടെ സമയത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വലിയ മാറ്റം വരുന്നു. ഈ ആൻഡ്രോമേഡ പാരഡോക്സ് ഇത്രയും ബ്രീഫായി പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നറിയാം. പക്ഷേ നമ്മളുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും. ഇതിനെപ്പറ്റി നമുക്ക് വേറൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറിയിലേക്ക് വരാം. അപ്പോൾ ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി അനുസരിച്ച് നമ്മൾ ജനിക്കുന്നതിന് മുൻപും മരിച്ചതിന് ശേഷവും ഈ പ്രപഞ്ചത്തിൽ എവിടെയോ നമ്മളുണ്ട്. അതുകൊണ്ട് മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ആ ബ്ലോക്കിലെ ഒരു ബൗണ്ടറി മാത്രമാണ്. ലളിതമായി പറഞ്ഞാൽ ഭാവി എന്നത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഓർമ്മ മാത്രമാണ്. ആ ഓർമ്മകളെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതവും. പക്ഷേ ഒരു സിനിമ എന്നോ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് എന്ന് കരുതി നമ്മൾ ആ സിനിമ കാണാതിരിക്കില്ലല്ലോ. അത് കണ്ടു തീർക്കുക എന്നതിലാണ് അതിൻ്റെ രസം. അതുപോലെ നമ്മുടെ ജീവിതം നേരത്തെ എഴുതപ്പെട്ടതാണെങ്കിൽ പോലും അത് ജീവിച്ചു തീർക്കുക, അനുഭവിക്കുക. അതാണ് നമ്മളുടെ നിയോഗം. ബ്ലോക്ക് യൂണിവേഴ്സ് തിയറി എന്നത് ഭൗതിക ശാസ്ത്രത്തിലെ ശക്തമായ ഒരു തിയറിയാണ്. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് 100% ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞർ ഈ തിയറി അംഗീകരിക്കുന്നുണ്ട്. എങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് ഈ തിയറിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആൻഡ്രോമേഡ പാരഡോക്സ് തുടങ്ങി കൂടുതൽ മൈൻഡ് ബെൻഡിങ് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ സ്റ്റേ ക്യൂരിയസ്. ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ്.